മഹാനായ തങ്ങളവരുകൾ രണ്ടു വാക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ ഇപ്പോൾ സംസാരിക്കുകയാണ്. കാരണം ഇവിടെ ദേശമംഗലത്തിൻ്റെ ഇഷ്ക് മജ്‌ലിസൊക്കെ ഉണ്ട്. നമ്മളതിങ്ങനെ വീക്ഷിച്ചു കൊണ്ടിരിക്കും. അതിൻ്റെ അടിയിൽ ഇങ്ങനെ ആളുകൾ മാറി പറഞ്ഞ് തന്നെ ഒരു അരസത വന്നുകൂടും. എന്നിരുന്നാലും മഹാന്മാരുടെ വാക്കുകൾ തെറ്റുന്നത് ശരിയല്ലെന്ന് മനസ്സിലാക്കി രണ്ടു വാക്ക് പറയുകയാണ്. നമ്മൾ ഇവിടെ ഇപ്പോൾ ഈ സദസ്സ് ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത് പരിശുദ്ധ റബീഉൽ അവ്വൽ മാസം ആയതുകൊണ്ടാണ് എന്നുള്ളതിൽ നമുക്കാർക്കും തന്നെ യാതൊരു സംശയമില്ല. എന്താ ഈ റബീഉൽ അവ്വലിന്റെ പ്രത്യേകത? റബീഉൽ അവ്വൽ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിനെ തന്നെ സൃഷ്ടിക്കാൻ കാരണഭൂജാതരായ നബി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിലേക്ക് ഭൂജാതരാക്കി. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിന്റെ പ്രത്യേകമാകുമ്പോൾ പിന്നെ നമ്മൾ ആലോചിക്കും, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, പിന്നെ റമദാനിനെ പറ്റി പറഞ്ഞല്ലോ, ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീൽ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമായതുകൊണ്ടാണ് റമദാന് പ്രത്യേകത ഉണ്ടായത്. അപ്പം റമദാന് പ്രത്യേകമായത് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതുകൊണ്ടാണെങ്കിൽ ഈ ഖുർആൻ ആർക്കാ അവതരിപ്പിക്കപ്പെട്ടത്? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അപ്പോൾ പണ്ഡിതന്മാര് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, ചില പണ്ഡിതന്മാർ, റമദാൻ മാസത്തിന്റെ പ്രത്യേകത ലൈലത്തുൽ ഖദ്ർ കൊണ്ടാണെങ്കിൽ ആ ലൈലത്തുൽ ഖദ്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തങ്ങളെ ഉമ്മത്തികൾക്കുള്ള പ്രത്യേകതയാണ്. അതിന്റെ മുമ്പ് ആ ലൈലത്തുൽ ഖദ്ർ പ്രത്യേകത ആർക്കില്ല. അപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് ഈ പ്രത്യേക സ്ഥാനം കൊടുത്തത്. നബി ഇല്ലെങ്കിൽ ലൈലത്തുൽ ഖദ്ർ വേറുള്ളതുമില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ളത് റബീഉൽ അവ്വൽ മാസത്തിനാണ്, റമദാൻ മാസത്തിനേക്കാളും എന്ന് ചില പണ്ഡിതന്മാർ പെടുത്തിയിട്ടുണ്ട് എന്നാ ഞാൻ പറഞ്ഞു. അപ്പൊ പണ്ഡിതന്മാരെന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം. പണ്ഡിതന്മാർ പറഞ്ഞാല് ഫത്ഹുൽ മുഈൻ ഓതിയ മൗലവിമാർക്കൊക്കെ അറിയാം. പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ആരാ? അൽ ഫഖീഹ് വൽ മുജ്തഹിദ് എന്നാണ്. പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ മുജ്തഹിദാണ്. ആരാ പണ്ഡിതന്മാരെന്ന് പറയാ? അല്ലാത്തവരൊക്കെ അവാമന്നാസിന്റെ ലിസ്റ്റിൽപ്പെടും. അപ്പോൾ ചില പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു എന്ന് പൂർവികന്മാർ പറഞ്ഞാൽ ഒരുപക്ഷെ അത് മുജ്തഹിദീങ്ങളായ പണ്ഡിതന്മാരാവാം, അല്ലെങ്കിൽ അതിനോട് അടുത്ത പണ്ഡിതന്മാരായി മാറും. ഏതായിരുന്നാലും ശരി, ഈ റബീഉൽ അവ്വലിനാണ് റമദാനേക്കാളും സ്ഥാനമുള്ളത് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത്രയും വലിയ ഒരു സ്ഥാനമുള്ളതാണ്. പിന്നെ പ്രസംഗിച്ചതുപോലെ പ്രസംഗിച്ചല്ലോ, മുജാഹിദീങ്ങളും മറ്റും മറിച്ചൊക്കെ അതുപോലെ എത്ര കൂട്ടിപ്പെടാൻ അള്ളാഹ് പറഞ്ഞവർ പടില്ലേ? ഓർക്കിപ്പോ ക്ലാസ് എടുക്കാൻ പോയാൽ നമ്മള് അള്ളാഹ് പറയുന്നവരുണ്ട്, അതുപോലെ ദൈവം ഇല്ല എന്നൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് ഇവിടെ വിശ്വാസമില്ല. അതേ സ്ഥാനത്ത് നമ്മൾ ചെയ്യുന്ന വിശ്വസിക്കുന്ന ആളുകളോട് പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ നബിദിനം ആഘോഷിക്കുന്ന നബിന്റെ ഇഷ്ക് നമ്മളിവിടെ നടത്താൻ പോവുകയാണ്. ഇത് ചില ആൾക്കാർ നമ്മളോട് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ വലിയൊരു പ്രധാനപ്പെട്ട വിഷയമാണെങ്കിൽ അത് നബി ചെയ്തിരുന്നു, അല്ലെങ്കിൽ നബിന്റെ സഹാബത്ത് ചെയ്തിരുന്നു, താബീങ്ങൾ ചെയ്തിരുന്നു എന്നൊക്കെ നമ്മൾ ശത്രുക്കൾ ചോദിക്കാറുണ്ട്. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, അത് ശരിക്ക് നബി ചെയ്തിരുന്നു എന്ന ചോദ്യകർത്താവിന് ചരിത്രം പഠിക്കാത്തത് കൊണ്ടുള്ള ചോദ്യമാണ്. ചരിത്രകാരന്മാരെന്താ പറഞ്ഞത്? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു ദിവസം അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂദർദാ നീ എന്ന് വീട്ടിൽ വരണം. അങ്ങനെ നബിന്റെ വീട്ടിൽ അബൂദർദാ വന്നു. നബിയും അബൂദർദാവും കൂടി മറ്റൊരു വീട്ടിലെ ക്ഷണത്തിന് വേണ്ടി പോവുക. ഏതാ വീട്ടിൽ? ആമിർ അൻസാറിന്റെ വീട് റളിയല്ലാഹു അൻഹു. ആമിർ അൻസാറിന്റെ വീട്ടിൽ ചെന്നപ്പോ എന്താണ് സംഭവം? ആമിർ അൻസാർ നബിന്റെ പ്രസവിച്ച ദിവസത്തെ മതി പറയാം. ഈ ബിംബങ്ങളൊക്കെ കീമേലെ മറഞ്ഞു, സാവാ തടാകം പറ്റിപ്പോയി, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അത്ഭുതങ്ങളും. അപ്പൊ അവിടെ കൂടിയ തന്റെ കുടുംബങ്ങളും അയൽവാസികളും സലാത്ത് ചെല്ലുന്നു. ആ വീട്ടിലേക്കാണ് ഈ പ്രവാചകൻ ചെല്ലുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ എന്നിട്ട് അവിടെ എന്താ പറഞ്ഞ, നിങ്ങളൊക്കെ നീച്ചിപ്പെടുന്ന പൊയ്ക്കോളി, ഇതൊന്നും ശരിയല്ല എന്നവിടെ പറയല്ലേ ചെയ്തത്. മറിച്ച് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സദസ്സിൽ വന്നിട്ട് ആമിർ അൻസാറിനെ പ്രോത്സാഹിപ്പിച്ചു. എന്താ പ്രോത്സാഹിപ്പിച്ചത്? വജബത്ത് ലക്കും ശഫാഅത്തി,
എൻ്റെ റെക്കമെൻഡ് നിങ്ങൾക്ക് കിട്ടും. ഇത് ചെയ്യരുതെന്നല്ല പറഞ്ഞത്, റെക്കമെൻഡ് നിങ്ങൾക്ക് കിട്ടും. ഫതഹല്ലാഹുലക്കും അബ്വാബ റഹ്മ, റഹ്മത്തിന്റെ ഗേറ്റുകൾ അള്ളാഹു തന്നെ തുറന്നു തന്നിരിക്കുന്നു. അപ്പൊ നബിന്റെ കാലത്ത് ജന്മദിനത്തിന്റെ അന്ന് നബി ജനിച്ച ദിവസത്തിൽ ആംബുലൻസ് സാറിന്റെ വീട്ടിനകത്ത് സദ്യ നടന്നില്ലേ? ആ സദ്യ നബി പങ്കെടുത്തില്ലേ? ഒക്കെ ചെയ്തില്ലേ? പിന്നെ നമ്മളെ കിതാബിൽ 10 എൻ്റെ ആശീർയാനത്തിലൊക്കെ പറയും ഹിജ്റ 300 ശേഷമാണ് ഈ പരിപാടി ഉണ്ടായത്. ഹിജ്റ 300 ശേഷമാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥത മൗലൂദ് അതിന്റെ മുമ്പ് നടന്നിട്ടില്ല എന്നല്ല, മൗലൂദ് പാരായണം നടന്നിട്ടില്ല എന്നല്ല, മറിച്ച് അതിന്റെ അർത്ഥം ഒരു മലിക് മുളഫറിന്റെ കാലത്ത് അദ്ദേഹത്തിനൊക്കെ ഒരു മോചേര്, അക്കാലത്തൊരു പണ്ഡിതൻ നബീനെ പറ്റി മതിയുണ്ടാകത്തുള്ളായിരിക്കുന്ന മൗലൂദിന്റെ ഏടുണ്ടാക്കി ആ രാജാവിന് കൊടുത്തു. രാജാവിനോട് പറഞ്ഞു, അന്നൊക്കെ രാജാക്കന്മാർ തീർന്നു. ആ രാജാവ് എന്ത് ചെയ്തു? ആ പ്രധാനപ്പെട്ട മൗലൂദിന്റെ ഏട് ഒരു തലക്കണിയൊക്കെ വെച്ച് ആൾക്കാരൊക്കെ വിളിച്ച് സമ്മേളിപ്പിച്ച് ഇങ്ങനെ പോതി. അത് ഹിജ്റ 300. എന്നാൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തിൽ മുസാഫ് എന്നൊരു ഗ്രന്ഥമുണ്ടോ? അതുകൊണ്ട് നബീന്റെ കാലത്ത് ഖുർആനില്ല നമുക്ക് പറയാൻ പറ്റും. മുസാഫ് എന്നൊരു ഗ്രന്ഥം നബിന്റെ കാലത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 23 കൊല്ലക്കാലത്തിന്റെ ഉള്ളിലായി നബിക്ക് ഇറക്കപ്പെട്ടതൊക്കെ പിന്നെ തോലുമ്മലും എല്ലുമലൊക്കെ എഴുതി വെച്ചിരുന്നു, സഹാബത്ത് ഹാഫിളാക്കി വെച്ചിരുന്നു, ഏടില്ല. പിന്നെന്നാ ആദ്യമായി ഖുർആന്റെ ഒരു മുസാഫ് വന്നത് അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്തിൽ. ഹുദൈഫത്തുൽ യമാൻ എന്ന ആള് വന്നിട്ട് പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖിനോട് പറഞ്ഞു, പിന്നെ അവരെ ആ പാർലമെന്റിൽ ഹുദൈഫത്തുൽ യമാൻ എന്നുകൊണ്ട് പറഞ്ഞു, നമ്മൾ എന്തെങ്കിലും ഇത് എഴുതി വെക്കണം. കാരണം ഇങ്ങനെ അറിയാത്തവർ ഭാവിയിൽ ഹിഫുല്ലന്മാരൊക്കെ മരിച്ചു പോകും, ഹാഫിദുകൾ മരിച്ചു പോകും, അപ്പൊ നമുക്ക് ഗ്രന്ഥം ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. എല്ലാവരും സമ്മതിച്ചു. അങ്ങനെയാണ് ആദ്യമായി ഒരു മുസാഫ് ഉണ്ടായത്. അത് ഇന്നത്തെ ലിപിയൊന്നല്ല. പിന്നീട് അതേ നബിയാണ് ഉമർ റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹു കാലത്തിലാണ് പിന്നീട് അതിന് ശ്രദ്ധ മദ്ദക്കട്ടത്. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു കാലത്തിലാണ് നമ്മളെ മുന്നിൽ വന്ന ഈ മുസാഫിന്റെ ശൈലി വന്നുകൂടിയത്. അപ്പൊ ഖുലഫാഉർ റാഷിദീന്റെ കാലഘട്ടത്തിലാണ് മുസാഫ് ഉണ്ടായത് എന്ന് പറഞ്ഞാൽ ഖുർആൻ ഉണ്ടായത് നബിയുടെ കാലത്തില്ല എന്ന് പറയും പോലെയാണ് മൗലൂദ് നബിയുടെ കാലത്തില്ല എന്ന് പറയുന്ന അർത്ഥം. അതൊരിക്കലും ശരിയല്ല. അത് ബുദ്ധിമോശം കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓടുള്ള സ്നേഹം ഇഷ്ക് നമ്മൾ പ്രദർശിപ്പിക്കാൻ ഏറ്റവും അനുകൂലപ്രദമായ ഒരു സമയമാണ് റബീഉൽ അവ്വൽ മാസം എന്ന് സംശയമില്ല. പണ്ഡിതന്മാർ ലൈലത്തുൽ ഖദ്റിനേക്കാൾ സ്നേഹമുണ്ടെന്ന് രേഖപ്പെടുത്തിയവർ പോലുമുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മളെല്ലാവരുടെയും ദോഷങ്ങളെ വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. നമ്മളെ ദോഷങ്ങളെ വിട്ടുപുറത്ത് മാഫാക്കി രോഗങ്ങളൊക്കെ ശരിയാക്കി തരട്ടെ. ഇവിടെ ഒരു തങ്ങളെ കുട്ടീൻ്റെ ഒരു സോക്കറിനെ പറ്റി പറഞ്ഞു. റഹ്മാന റബ്ബ് ആ കുട്ടിയുടെ എല്ലാ രോഗങ്ങളും ശരിയാക്കി ആഫിയത്തും ആരോഗ്യത്തോടു കൂടെ നമ്മളെടീ വന്നുകൊണ്ടിട്ട് കൂടിയാടാൻ തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.